2011 തെരഞ്ഞെടുപ്പിൽ അന്ന് VS അച്യുതാനന്ദൻ കാസർഗോഡ് നിന്ന് പ്രചരണം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ വരാൻ പോകുന്നത് കൂ ഭരണമായിരിക്കും എന്നാണ്. കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, കുഞ്ഞുകുഞ്ഞ് ഭരണമാണ് നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള പ്രചരണം നടക്കുകയും അത് വലിയ രീതിയിൽ ഭൂരിപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഇടതുപക്ഷത്തിന് അനുകൂലമാക്കി ഉണ്ടാകുന്നതിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഭരണം വന്നതിന് ശേഷം തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്നവരാണ് ഭരണം നേടുക എന്ന് പറയുന്ന ഒരു രീതിയായിരുന്നു. അത് അട്ടിമറിക്കപ്പെട്ടത് 2011-ലാണ്. 2011-ൽ ഇടതുപക്ഷം LDF ഈ 2 ജില്ലകളിലും കൂടുതൽ സീറ്റുകൾ നേടുകയും പക്ഷേ 2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ UDF ഭരണം നേടുകയും ചെയ്തു. ശരിയാണ്, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട്. അത് മാത്രമല്ല, ഈ 5ാം മന്ത്രിസ്ഥാനം അവർക്ക് ശരിക്കും തിരിച്ചടിയായല്ലോ. UDF-നും പ്രത്യേകിച്ച് ലീഗിനും ഒക്കെ തന്നെ തിരിച്ചടിയായതുകൊണ്ട് നേരത്തെ ആനന്ദം പറഞ്ഞതുപോലെ വളരെ കരുതലോടുകയാണ് ഈ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൂടുതൽ സീറ്റും ഒക്കെയുള്ള ആ ആവശ്യങ്ങളോട് ലീഗ് പ്രതികരിക്കുന്നത്. ഞാനൊരു ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ പറഞ്ഞതാണ് എന്തുകൊണ്ട് കേരളത്തിൽ വീണ്ടും നമുക്ക് 3 ഉപമുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു. മുൻ ഉപമുഖ്യമന്ത്രിമാർ. R. ശങ്കറിൻ്റെ ഉപമുഖ്യമന്ത്രിയായിരുന്നു അദ്ദേഹം. പട്ടം താണുള്ള സർക്കാരിൽ, വിമോചന സമര അനന്തര കാലത്തെ സർക്കാരിൽ R. ശങ്കർ ഉപമുഖ്യമന്ത്രിയായിരുന്നു. പിന്നെ CH ഉപമുഖ്യമന്ത്രിയായിരുന്നു. PK നമ്മുടെ ഔക്കാദർ PK അബ്ദുൾ റബ്ബിന്റെ പിതാവ്. അങ്ങനെ ലീഗിന് 2 ഉപമുഖ്യമന്ത്രിമാർ നേരത്തെ ഉണ്ടായിരുന്നു ചരിത്രത്തിൽ. അപ്പൊ എന്തുകൊണ്ട് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് സാധ്യത ഇപ്പോൾ അവർ ചർച്ചയാക്കുന്നില്ലെങ്കിലും ലീഗിന് ഈ 27 സീറ്റിൽ മത്സരിക്കുന്ന ഒരു 20 സീറ്റ് ലഭിച്ചു, അല്ലെങ്കിൽ 20-ലധികം സീറ്റ് ലഭിച്ചു. പിന്നെ UDF-ന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർ അങ്ങനെ ഒരു ആവശ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം 1 അല്ല 2 ലീഗിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്റെ പൊന്നെ ഞങ്ങൾക്ക് വേണ്ട എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ അവിടുത്തെ പ്രസിഡന്റ് അല്ലെ, വനിതാ പ്രസിഡന്റ്, അത് പഴയ ലീഗ് നേതാവിന്. പക്ഷേ സാധാരണ നിലയിൽ വരുന്ന ഒരു ഫോർമാറ്റ് അല്ല. പലയിടത്തും ലീഗ് അക്കാര്യത്തിൽ ഒരു ബാലൻസിങ് ശ്രദ്ധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ആ പോയിന്റാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലീഗിന് ഉപമുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ടോ? തീർച്ചയായും അർഹതയുണ്ട്. എന്താ സംശയം? ഒരു വലിയ പാർട്ടിയല്ലേ കേരളത്തിൽ 10-25 MLA ജയിപ്പിക്കാൻ ശേഷിയുള്ള ഒരു പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രിത്തിന് എവിടെയാണ് അർഹത കുറവ്? ഇനി ഒരു കോalition ഗവൺമെന്റ് വരികയാണ് കേരളത്തിൽ, 3-4 മുന്നണികൾ ചേർന്നൊരു ഐക്യ മുന്നണി ഭാവത്തിൽ ഇപ്പോഴത്തെ ഇക്വേഷൻ മാറി വരികയാണ്. മുഖ്യമന്ത്രി പദത്തിനും അർഹതയുണ്ട്. എന്താ സംശയം? 10-25. പക്ഷേ ഞാൻ പറഞ്ഞത് ഇപ്പോൾ അക്കാര്യത്തിലുള്ള പ്രതികരണം ലീഗിന് അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അർഹതയുണ്ട് എന്ന് തന്നെയാണ്. CPIക്ക് ഉപമുഖ്യമന്ത്രി പദത്തിന് അർഹതയുണ്ട് എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് എത്തില്ല. അപ്പോൾ ഈ ചർച്ചകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലീഗ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ UDF വന്നാൽ ലീഗ് ആയിരിക്കും കാര്യങ്ങൾ നിയന്ത്രിക്കുക, ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുക, ജമാഅത്തെ ഇസ്ലാമി അല്ലെ ലീഗ്. ഈ ഒരു നരേഷൻ ക്രിയേഷന്റെ ഭാഗമാണ് ഈ നടക്കുന്നത്. അത് അഞ്ചാം മന്ത്രി വിവാദത്തിലാണ് ഈ നരേഷൻ തുടങ്ങിയത്. ഈ ഒരു വർഗീയ ധ്രുവീകരണം കേരളത്തിലെ പൊളിറ്റിക്സിൽ ഉണ്ടായത് 5ാം മന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ്. ആ ചർച്ചയ്ക്ക് ശേഷം തൊട്ടാണ് ലീഗിന് ഈ ഭയം ഉണ്ടാകുന്നതും. അതുകൊണ്ടാണ് ലീഗും കോൺഗ്രസ് നേതൃത്വം ഒക്കെ ഈ ഉപമുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരു ചർച്ച വരുമ്പോഴേക്കും അതിൽ നിന്നും വഴുതി മാറി ആ ചർച്ച മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഈ പറയുന്ന രതീഷ് പറഞ്ഞ കാര്യം ലീഗിന്റെ കാര്യത്തിലൊക്കെ ശരിയാണ്. പക്ഷേ കാലം മാറി, നമ്മുടെ നാട് മാറി, ആളുകളുടെ മനസ്സിലിരിപ്പ് മാറി. ഈ ഒരു സാഹചര്യത്തിൽ ഈ വർഗീയത എന്ന് പറയുന്ന ഒരു പ്രശ്നം വലിയ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തെയും ആളുകളുടെ മനസ്സിനെയൊക്കെ സ്വാധീനിക്കാൻ തുടങ്ങിയതിനു ശേഷം ഈ ലീഗിന് ഇതൊക്കെ അർഹതപ്പെട്ടതാണെങ്കിലും പക്ഷെ കൊടുക്കാൻ അവര് തന്നെ ആവശ്യപ്പെടാനോ അവകാശപ്പെടാനോ അവര് തയ്യാറാവുന്നില്ല. അങ്ങനെ തയ്യാറായാലും കഴിയില്ല എന്നൊരു സാഹചര്യമാണ് UDF രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഉള്ളത്. ശരി, അപ്പോൾ ഈ കമ്മ്യൂണൽ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ച് നമ്മുടെ മാറിയ സാമൂഹ്യ സാഹചര്യം, അതാണ് കുറെ കൂടി മാറിയ സാമൂഹ്യ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇക്കാര്യങ്ങളിലൊക്കെയുള്ള പ്രതികരണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു മുതിർന്ന ലീഗ് നേതാവിനോട് നിങ്ങൾക്കൊരു കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, അല്ല ലീഗ് വലിയൊരു പാർട്ടിയാണല്ലോ, ഒരു ഉപമുഖ്യമന്ത്രി പദത്തിന് അർഹതയില്ലെന്ന് വെച്ചാൽ അത് ഉണ്ടെന്ന് പറയും. അത് വേണമെന്ന അർത്ഥമല്ല, പക്ഷെ അത് വേണമെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥലത്തിലാണ് ഇപ്പോഴത്തെ പ്രചരണം വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞു പോയി. മുതിർന്ന നേതാവിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഡോക്ടർ MK മുനീർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം MK മുനീറിന് മത്സരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ള സംശയം പാർട്ടിക്ക് തന്നെയുണ്ട്. പക്ഷേ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ മത്സരിക്കണം എന്ന് താല്പര്യപ്പെടുകയാണ്. അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോഴിക്കോട് സൗത്ത് എൻ്റെ മണ്ഡലമാണ്. എനിക്ക് തോന്നുന്നു MK മുനീർ ഇത്തവണ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ് കൊടുവള്ളിയിലേക്ക് പോയത്. പക്ഷേ എനിക്ക് തോന്നുന്നു തിരിച്ചു വന്നാൽ കോഴിക്കോട് സൗത്ത് MK മുനീറിനൊപ്പം നിൽക്കും ഇത്തവണ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പോരാത്തിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ്റെ ചിത്രമൊക്കെ നോക്കുകയാണെങ്കിൽ ലീഗിന് അനുകൂലമാണ്, UDF-ന് അനുകൂലമാണ്. MK മുനീർ തിരിച്ചു വന്നാൽ എനിക്ക് തോന്നുന്നു INL തന്നെയാണ് മത്സരിക്കുന്നത്, ദേവർകോവിൽ തന്നെയാണെന്ന് തോന്നുന്നു അവർ വീണ്ടും മത്സരിക്കാൻ രംഗത്തിറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ MK മുനീർ ലീഗുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത് ലീഗ് ഇത്തവണ ഈ പറഞ്ഞ 3 ടേം വ്യവസ്ഥയൊന്നും കർശനമായി നടപ്പാക്കില്ല. പക്ഷേ KPA മജീദ്, മഞ്ചേരിയിലെ UA ലത്തീഫ്, MK മുനീർ
തുടങ്ങിയവർ ഇത്തവണ മത്സരിക്കില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അവരിപ്പോൾ. ഇനിയിപ്പോൾ ഇദ്ദേഹത്തിന് MK മുനീറിന് വ്യക്തിപരമായി മത്സരിച്ചേ മതിയാവൂ എന്നുള്ളൊരു താല്പര്യം പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ലീഗ് വഴങ്ങിയേക്കാം. MK മുനീർ ഇല്ലെങ്കിൽ PMA സലാമായിരിക്കും കോഴിക്കോട് സൗത്ത്. അത്തരമൊരു താല്പര്യം ഉണ്ട് എന്നുള്ളതാണ് സമീപകാലത്ത് അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം അദ്ദേഹം ആരോഗ്യപരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി മാറി നിന്നപ്പോഴും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും പ്രതികരണവും ഒക്കെ ആയിട്ട് സജീവമായിട്ട് വന്നിട്ടുണ്ട്. ഇന്നലെ VD സതീഷിന്റെ യാത്ര തുടങ്ങി MK മുനീറിന്റെ പ്രതികരണം വന്നു. ഹിസ് ആക്റ്റീവ് ബാക്ക് ടു ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് MK മുനീർ. പാർട്ടി തന്നെ കരുതുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി വെച്ച് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പ്രചരണത്തിനും മറ്റുമൊക്കെ അദ്ദേഹത്തിന് കഴിയുമോ എന്ന ഒരു സംശയമുണ്ട്, ആശങ്കയുണ്ട്. പക്ഷെ അദ്ദേഹം ഉള്ളിൽ മത്സരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. പക്ഷേ ഇപ്പം രമേശ് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തെ മാറ്റി നിർത്താൻ. പക്ഷെ മാറ്റി നിർത്താൻ പാർട്ടി തീരുമാനിച്ചാലും MK മുനീർ മത്സരിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മത്സരിപ്പിക്കുക. അതായത് പാണക്കാട് കുടുംബത്തിനാണെങ്കിലും അദ്ദേഹത്തിന്റെ പിതാവ് CH ഉള്ള ഒരു ബന്ധം, ആ ഒരു വൈകാരികമായ ബന്ധം എല്ലാവരുടെയും താല്പര്യം പരിഗണിക്കുമ്പോഴാണെങ്കിൽ MK മുനീറിന് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അനുവദിക്കുക എന്നുള്ളതായിരിക്കും പാണക്കാട് കുടുംബം മുസ്ലിം ലീഗ് നേതൃത്വം എടുക്കുന്ന നിലപാട്. പക്ഷേ ലീഗിലേക്ക് ഇപ്പോൾ മുൻപില്ലാത്ത തരത്തിൽ കോൺഗ്രസിൽ ഇപ്പോൾ ചില സീറ്റുകളുടെ കാര്യത്തിൽ മാത്രമേ ധാരണയാകാനുള്ളൂ എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ മത്സരിക്കുക മലപ്പുറത്തുള്ള മലപ്പുറം സീറ്റിലായിരിക്കണം എന്നില്ല ചിലപ്പോൾ ഒരു പക്ഷേ. കോഴിക്കോട് സൗത്തിലേക്ക് വരും. കോഴിക്കോട് സൗത്ത് ഇപ്പം ഏറെക്കുറെ ധാരണയുണ്ട്. ഇപ്പോൾ അനൗൺസ്മെന്റ് ഉണ്ടാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ UDF-മായി ബന്ധപ്പെട്ട്. ലീഗിന്റെ കാര്യത്തിൽ ലീഗിന് കൃത്യമായ ഫോക്കസ് ഉണ്ട്. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വലിയ ധാരണയുണ്ട്. അവിടെ അങ്ങനെ വലിയ ഇക്വേഷൻ പ്രശ്നമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. കോൺഗ്രസിലും അങ്ങനെയാണ്. കോൺഗ്രസിന് വളരെ കുറച്ച് സീറ്റുകളിൽ മാത്രമായിരിക്കും ലീഡർഷിപ്പിനിടയിൽ ഒരു ധാരണയിലേക്ക് എത്തുക. ഏറെക്കുറെ പകുതിയിലധികം സീറ്റിലും കോൺഗ്രസിനും വലിയതാണ്. ഇത് ഒരുപക്ഷെ മുൻപില്ലാത്ത ഒന്നാണ്. മുൻപില്ലാത്ത തരത്തിലൊരു ധാരണയിലേക്ക് വരുന്നത്. കാര്യം പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ എല്ലാം സാധ്യത പേരുകളല്ലേ പറഞ്ഞ. നമുക്ക് ഈ രാഷ്ട്രീയ വൃത്തം തുടങ്ങുന്ന ദിവസം കൺഫേം ആയിട്ടുള്ള ഒരു സീറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബേപ്പൂരാണ്. കാരണം ബേപ്പൂര് PV അൻവർ അവിടെ പോയി ഞാൻ മത്സരിക്കും റിയാസിനെതിരെ എന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു കൺഫർമേഷൻ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. സണ്ണി ജോസഫ് പറഞ്ഞു ബേപ്പൂർ MLA ആയി PV അൻവർ സത്യപ്രതിജ്ഞ ചെയ്തു. പക്ഷെ ഇന്നലെ VD സതീശൻ എന്താ പറഞ്ഞത്? അങ്ങനെ ഇല്ലാന്ന്. അല്ല, ഇന്നലെ ജാഥ തുടങ്ങിയതിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ കൃത്യമായി പറഞ്ഞു പാർട്ടി ആലോചനാ ഘട്ടത്തിലാണ്, ഒരാളെയും കൺഫേം ചെയ്തിട്ടില്ല, തീരുമാനിച്ചിട്ടില്ല. അപ്പം KPCC അധ്യക്ഷൻ പറഞ്ഞതല്ല ഇന്നലെ പ്രതിപക്ഷ നേതാവ്. അപ്പം നമ്മളിവിടെ സാധ്യതകൾ പറഞ്ഞപ്പം കൺഫേം KPCC അധ്യക്ഷൻ പറഞ്ഞത് പരസ്യമായാണ്. അൻവർ അവിടെ പോയി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് അത് കഴിഞ്ഞ് KPCC പ്രസിഡന്റ് അതിനെ എൻഡോസ് ചെയ്തു. അതിനുശേഷം ഉടനെ തന്നെ അടുത്ത പ്രോസസ് എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനെ വന്ന് കാണുക എന്നുള്ളതായിരുന്നു. അതും നടന്നു. അൻവർ മണ്ഡലത്തിൽ സജീവമായി